ബഹുമാനപ്പെട്ട ഡോക്ടർ ശശി തരൂർ വീണ്ടും വെടിപൊട്ടിച്ചു. അത് നമ്മുടെ പപ്പുമോൻ എന്ന രാഹുൽ ഗാന്ധിയുടെ പള്ളക്ക് തന്നെയാണ്. കൊടുക്കണം, നന്നായിട്ട് കൊടുക്കണം. അത് ഇപ്പോൾ പലരും അത് വായിച്ചും കേട്ടറിഞ്ഞും ഒക്കെ എഴുന്നേറ്റ് നിന്ന് കൈകൊട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു തൻ്റെടം, നട്ടലിന് ഉറപ്പുള്ള ഒരാൾ കോൺഗ്രസിൽ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചു പോവുകയാണ്. ബാക്കിയുള്ള കോൺഗ്രസ്സുകാരന്മാരെന്നൊക്കെ പറയുന്ന ഉണ്ണാക്കന്മാർക്ക് ഈ വാഴപ്പിണ്ടി കൊണ്ടാണ് നട്ടൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു ദേശീയ അധ്യക്ഷനുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനായിട്ട് അവിടെ കിടക്കുന്നു. വെറും ഒരു കുശിനിക്കാരൻ. സോണിയാഗാന്ധി അമ്മച്ചിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എഴുതി കൊടുക്കുന്നത് കൊണ്ടുവന്നിരുന്നു വിളമ്പുന്ന ഒരു കടൽക്കിഴവനാണ് മല്ലികാർജുൻ ഖാർഗെ. ആ ഖാർഗെക്കെതിരെയാണ് ശശി തരൂർ മത്സരിച്ചത്. അന്ന് ശശി തരൂരിനെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഈ ഗതികേട് വരില്ലായിരുന്നു. ഇപ്പോൾ പാർലമെന്റിലുള്ള സീറ്റിനേക്കാൾ 10 സീറ്റ് അധികം കാണുമായിരിക്കും. അങ്ങനെ പാർട്ടിയെ നേരായ രീതിയിൽ കൊണ്ടുവരാനായിട്ട് തരൂരിന് കഴിയും. തരൂർ അതാണ് പറയുന്നത്, കഴിവുള്ളവരെ അംഗീകരിക്കൂ, അല്ലാതെ കുടുംബവാഴ്ചയല്ല വേണ്ടത്. ഇവരെന്ത് രാജകുടുംബമോ, ഭരിക്കാൻ വേണ്ടി ജനിച്ചവരോ? ശരിയല്ല ചോദിക്കുന്നത്. ഈ സോണിയ ഞാൻ ചോദിച്ചോട്ടെ, ഈ രാഹുൽ ഗാന്ധിക്ക് ഈ വയനാടില്ലായിരുന്നുവെങ്കിൽ ജയിച്ച് 19 അവിടെ ചെല്ലാൻ പറ്റുമായിരുന്നു. 2019 വന്ന് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കി പോയിരിക്കുന്നു. എന്തുവാ, ഞാൻ ഇന്ത്യയുടെ അടുത്ത ഭാവി പ്രധാനമന്ത്രി ഗുണാണ്ടറാകാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇപ്പോഴും വിദേശത്തൊക്കെ കറങ്ങി നടക്കുന്നത് ഞാൻ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്നുള്ള ഒരു സ്ഥാനത്തിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ആ ചക്കൻ അവിടുന്ന് പോയി ഉടനെ പെങ്ങളിനെ കൊണ്ടുവന്ന് നിർത്തി. അത് ഉടനെ ഇവിടുത്തെ കുറെ പത്രങ്ങളുണ്ടല്ലോ, അവരെല്ലാം എഴുതി ഇന്ദിരാഗാന്ധിയുടെ വായാണ്, മൂക്കാണ്, കണ്ണാണ് എന്നൊക്കെ പറഞ്ഞുള്ള വിശേഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ട് ഭൂരിപക്ഷം ആ ചക്കരേക്കാൾ കൂടുതൽ കിട്ടി. പിന്നെ വയനാട് പിന്നെ കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിനും നിന്ന് ജയിച്ചു പോകാവുന്ന ടി സിദ്ദിഖ് പോലും അവിടെ നിന്ന് ജയിച്ചു പോകും, പാട്ടും പാടി ജയിക്കും. അങ്ങനെയുള്ള ഇടത്ത് വന്ന് പിന്നെ പ്രിയങ്ക അത്രയും ഭൂരിപക്ഷം വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോ ഈ അടുത്ത കാലത്ത് ആ ചെക്കൻ ജയിച്ചു പോയ കാലത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. SFI പിള്ളേർ ആ കസേരയെ കയറി വാഴ വെച്ചിട്ട് പോയി. ഇപ്പം പിന്നെ കുറെ കാലത്തിന് ശേഷം പ്രിയങ്ക വന്നു. നരേന്ദ്രമോദി സർക്കാർ പത്മശ്രീ കൊടുത്ത് ആദരിച്ച പിന്നെ ചെറുവയൽ രാമനെ കൊണ്ട് പിന്നെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി കൊണ്ട് തന്റെ പിള്ളേരെയും പിന്നെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് മണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇത് കുടുംബവാഴ്ചയാണ്, ഇതിങ്ങനെ പോകും. കോൺഗ്രസുകാരുടെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വധേരയും ഭരിക്കുമെന്നുള്ളത് ഓർക്കണം. സോണിയയും രാഹുലും പ്രിയങ്കയും വധേരയും പിന്നെ പ്രിയങ്കയുടെ ഈ പിള്ളേരും ഒക്കെ ഭരിക്കാൻ തുടങ്ങും. ഇതൊക്കെ ഈ അപകടം ഒക്കെ തന്നെ പിന്നെ ഡോക്ടർ ശശി തരൂരിന് അറിയാം. എന്നിട്ട് ശശി തരൂരിനെതിരെ വലിയ അതിശക്തമായ വിമർശനവുമായിട്ട് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ, എപ്പോഴും തോറ്റ് തുന്നം പാടുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ വീമ്പളക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ കോൺഗ്രസിൽ നിന്നുള്ള സൗഭാഗ്യമല്ലാതെ ശശി തരൂരിന് സൗഭാഗ്യം അനുഭവിക്കാനുള്ള ഇതുണ്ടല്ലോ. പിന്നെ കോൺഗ്രസിന്റെ തൊഴുത്തിൽ വന്നിട്ട് ആ ഉച്ഛിഷ്ടം കഴിച്ചിട്ട് വേണം അദ്ദേഹത്തിന് സൗഭാഗ്യം അനുഭവിക്കാൻ. രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡിനപ്പുറവും തിരുവനന്തപുരത്ത് കളിയിക്ക് അപ്പുറവും ആർക്കും അറിയത്തില്ലല്ലോ. ശശി തരൂര് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് വിദേശത്തേക്ക് പോയപ്പോൾ അവിടെ അദ്ദേഹത്തിന് പിന്നിൽ കൂടിയ ആൾക്കൂട്ടം എന്ന് പറയുന്നത് തരൂരിനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഒന്നാം തരം പ്രഭാഷകൻ, എഴുത്തുകാരൻ, പണ്ഡിതൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ MP എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബയോഡേറ്റയിലെ ഏറ്റവും അവസാനത്തെ കാര്യം മാത്രമാണ്. പിന്നെ ഞാൻ ഇത്രയും തരൂരിനെ പറ്റി പറയുമെങ്കിലും തിരുവനന്തപുരത്തെ MP എന്ന നിലയിൽ ശശി തരൂർ പക്ക പരാജയമാണ്.
തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു പുണ്ണാക്കും ചെയ്തിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ. 4 തവണയായിട്ട് ജയിച്ചു പോവുക. അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രം വരും. അല്ലാതെ തിരുവനന്തപുരത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. അദ്ദേഹത്തിന്റെ ഓഫീസും വലിയ സജീവമല്ല. പക്ഷെ കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കുന്നതിൽ അദ്ദേഹത്തിന് വിമർശനം ആവശ്യമാണ്. നേരത്തെ ഒരു 23 അംഗ സംഘം കോൺഗ്രസിൽ ദേശീയ തലത്തിൽ തന്നെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് വന്നല്ലോ. അവരെല്ലാം പിന്നീട് പല വഴികളിൽ പോയി. തരൂർ ഇപ്പോഴും ആർജവത്തോടുകൂടി നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങളെ അദ്ദേഹം പുകഴ്ത്തുന്നതിൽ എന്താണ് തെറ്റ്? പിണറായി വിജയൻ ശരിയായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു പറയുന്നതിൽ എന്താണ് തെറ്റ്? കോൺഗ്രസിന്റെ കുടുംബവാഴ്ച തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇവിടെ വന്നു കഴിയുമ്പോൾ ഉടുത്തിരിക്കുന്ന മുണ്ടഴിച്ച് അരയിൽ കെട്ടി ഓച്ചാനിച്ച് നിൽക്കുന്ന ഏഭ്യന്മാരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം. ഇവിടുത്തെ സകല പെട്ടിയെടുപ്പുകാർ മുതൽ അങ്ങോട്ട് എല്ലാവരും എന്തെങ്കിലും വാ തുറന്ന് സംസാരിക്കാൻ അറിയാം എന്ന് അറിയാം. പക്ഷെ പറയാനുള്ള ഒരു തന്റെ ആർജവം ഇല്ല എന്നുള്ളത്. ശശി തരൂരിന് ഭാഷയുണ്ട്, അത് പറയേണ്ട രീതിയിൽ പറയാൻ അറിയാം. തരൂർ ഒരിക്കൽ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി പോയി ചരിത്രവും രാഷ്ട്രീയവും പഠിക്കുക. ഇതുപോലെ കോൺഗ്രസിലെ ആരുണ്ട് പറയാൻ? ധൈര്യമുണ്ടോ? ശരിയല്ലേ? രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം അറിയാമോ? എന്ത് രാഷ്ട്രീയം? ഒരു പുണ്ണാക്കും അറിയത്തില്ല. ഈ സുഖലോലുപനായിട്ട് കഴിഞ്ഞു പോകും. ഇവിടുത്തെ ഇന്ത്യയുടെ ചരിത്രം അറിയാമോ? അതും അറിയത്തില്ല. 2019 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാമെന്ന് മോഹിച്ച് അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ വേഗം കോൺഗ്രസിന്റെ എല്ലാ പദവികളിൽ നിന്നും ഇട്ടെറിഞ്ഞിട്ട് ഞാൻ പോകുന്നു, എനിക്ക് വയ്യ എന്നുള്ള മട്ടിൽ അദ്ദേഹം വിദേശത്ത് അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. ഇപ്പം തരൂരിനെതിരെ വലിയ വിമർശനം നടത്തുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താനും അതുപോലുള്ള കുറെ കിങ്കരന്മാരും ഒക്കെ കൂടി ചേർന്നുകൊണ്ട്. അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, MP ആണ്, കമ്മിറ്റിയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിന് ഈ സൗഭാഗ്യങ്ങളൊന്നുമല്ല. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ മനസ്സിലാക്കാത്തതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ആകെ ജയിച്ചത് കാസർഗോഡ് നിന്ന് ജയിച്ചു, അല്ലാതെ നിന്നിടത്തെല്ലാം തോറ്റു തുന്നം പാടിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ട് കച്ചകെട്ടിയിരിക്കുകയാണ്. കാര്യം എന്തിനാണ്? 2026 UDF അധികാരത്തിൽ വരുമെന്നുള്ളത് കൊണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ എന്തെങ്കിലും സ്ഥലത്തിൽ എവിടെങ്കിലും ഉദുമേലെങ്ങാട് നിന്ന് മത്സരിച്ച് ഇവിടെ ഒരു മന്ത്രിപ്പണി ഒപ്പിക്കാവുന്നുള്ള രീതിയിലാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവർ ഭയക്കുന്ന കാര്യം തരൂർ ഇങ്ങനെ പറയുമ്പോൾ, കാരണം കേരളത്തിൽ 2 തെരഞ്ഞെടുപ്പാണ് അടുത്ത് നിൽക്കുന്നത്, തദ്ദേശവും പിന്നീട് നിയമസഭയും. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വക്കിലാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ ബൂത്തിലേക്ക് പോവുകയാണ്. ആ അവസരത്തിൽ തരൂരിന്റെ ഈ പ്രസ്താവന ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യും. കാരണം പറഞ്ഞിരിക്കുന്നത് തരൂരാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞാല് അത് കാസർഗോഡും തിരുവനന്തപുരത്തും മാത്രമേ ചർച്ച ചെയ്യത്തുള്ളൂ. തരൂര് പറയുമ്പോൾ അതല്ല. ദേശീയ മാധ്യമങ്ങൾ അടക്കം അത് ചർച്ചാ വിഷയമാക്കും. അതിന്റെ ചില ദോഷങ്ങൾ കോൺഗ്രസിന് ഉണ്ടാവുകയും ചെയ്യും. ഡൽഹിയിൽ കോൺഗ്രസ്സുകാർ സംഭോജ്യരായി മാറിയില്ലേ? എന്താ കാരണം? കേരളത്തിൽ കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്നത് തരൂർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇവിടെ കേരളത്തിൽ ഇത്തവണ നിങ്ങൾ അധികാരത്തിൽ വരുന്നില്ല എങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് തെളിയുകയാണ്. കോൺഗ്രസ് പാർട്ടി ഇല്ലാതാകും, UDF തന്നെ ഇല്ലാതാകും. യഥാർത്ഥത്തിൽ പണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണമെന്ന്. EMS പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം. ഇവിടുത്തെ കോൺഗ്രസ് ശരിയാണ്, കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം. ഈ KPCC ആസ്ഥാനമൊക്കെ അതൊക്കെ ഇടിച്ചു നിരത്തി ചൊറുകണം നടണം. കാരണം കോൺഗ്രസ്സുകാരെ കൊണ്ട് കേരളത്തിൽ ഒരു നല്ല പ്രതിപക്ഷമാകാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെടുക്കലും ഒക്കെ ഓച്ചാനിച്ച് നിൽക്കാൻ മാത്രമേ ഇവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കടക്കം കഴിയുന്നുള്ളൂ. തരൂരിന്റെ ചോദ്യം പ്രസക്തമല്ലേ? ഏവരും അംഗീകരിക്കും. ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുള്ള തേർവാഴ്ച ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? ഈ രാജ്യത്ത് കുടുംബവാഴ്ചയല്ലായിരുന്നോ? അപ്പൊ എത്രയോ കാലങ്ങളായിട്ട് ഈ കുടുംബവാഴ്ച
ആ കുടുംബവാഴ്ചയുടെ തന്നെ ഭാഗമാണ് ഇവർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെ. കാരണം ഖാർഗെ അവിടെ ഇരുന്ന് തലകുലുക്കിക്കോളും, ഒരു ബൊമ്മയാണ്. അതിന് പകരം ആദ്യം ആലോചിച്ച അശോക് ഗെഹ്ലോട്ടാണ്. അശോക് ഗെഹ്ലോട്ടിന് അന്ന് പിന്നെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി സ്ഥാനവും ഒഴിയാനും വയ്യ, കോൺഗ്രസ് അധ്യക്ഷനുമാണ്. രണ്ടും കൂടി പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങ് വിട്ടത്. പറ്റിയ ആളിനെ തന്നെ കിട്ടി. ഖാർഗെ തരൂരിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവരുടെ വരുതിയിൽ നിൽക്കുമോ? പ്രയാസമാണ്. അവരുടെ വരുതിയിൽ നിൽക്കില്ല. അതവർക്കറിയാം നന്നായിട്ട്. കാരണം ശശി തരൂരിന്റെ തലയ്ക്ക് താഴ്ത്താമസമുണ്ട്. ബാക്കി കോൺഗ്രസ്സുകാരുടെ അടുക്കൽ അതില്ല. അവർ ഓച്ചാനിച്ചു നിൽക്കും. അപ്പോൾ തരൂർ പറഞ്ഞത് ശരി തന്നെയാണ്. ഈ കുടുംബവാഴ്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു.